നമസ്കാരം. ഈ വീഡിയോയിൽ ടാലി പ്രൈം 7.0യിലെ ഭാരത് കണക്ട് ഫീച്ചറിനെ കുറിച്ചാണ് വിശദമാക്കുന്നത്. ഭാരത് കണക്ട് ഫോർ ബിസിനസ് എന്നത് NBBL B2B ബില്ലിങ്ങിനും പേയ്മെൻറ്റുകൾക്കുമായി രൂപകൽപ്പന ചെയ്ത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. ടാലി പ്രൈം 7.0യിൽ ഭാരത് കണക്ട് ഇനേബിൾ ചെയ്താൽ ബിസിനസ്സുകൾക്ക് അവരുടെ ടാലിയിലൂടെ തന്നെ ഇൻവോയ്സുകൾ അയക്കാനും പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് സ്വീകരിക്കാനും ട്രാൻസാക്ഷൻസ് അക്സെപ്റ്റോ റിജക്റ്റോ ചെയ്യാനോ കഴിയും. ഭാരത് കണക്റ്റിലെ പ്രധാന ആക്ടിവിറ്റീസ്: സപ്ലയേഴ്സ് സെയിൽ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് ബയ്യറിന് അയക്കുന്നു. ബയ്യർ ഇൻവോയ്സ് അംഗീകരിച്ച് പർച്ചേസ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. എഗെയിൻ ബയ്യർ പേയ്മെൻറ്റ് വൗച്ചർ ക്രിയേറ്റ് ചെയ്ത് ട്രാൻസാക്ഷൻ വിവരങ്ങൾ സപ്ലയർക്ക് അയക്കുന്നു. സപ്ലയർ പേയ്മെൻറ്റ് അംഗീകരിച്ച് റെസിപ്റ്റ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. ഭാരത് കണക്ട് ഇനേബിൾ ചെയ്യാൻ വേണ്ട പ്രീറിക്വിസിറ്റ്സ്: ടാലി പ്രൈം ലൈസൻസ് വിത്ത് റിലീസ് 6.0, ആക്റ്റീവ് TSS, നിങ്ങളുടെ ടാലി.net ID, ടാലി.net IDയുമായി ബന്ധിപ്പിക്കപ്പെട്ട 10 അക്ക വാലിഡ് മൊബൈൽ നമ്പർ, മിനിമം 3 to 5 Mbps സ്പീഡുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ, BBPLൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചുള്ള വിൻഡോസ് വേർഷൻസ് എന്നിവയാണ്. ഭാരത് കണക്ട് സെറ്റപ്പ് ഇനേബിൾ ചെയ്യുന്നതിനായി ടാലി സൊല്യൂഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഭാരത് കണക്റ്റിൻ്റെ പ്ലഗിൻ ക്ലിക്ക് ചെയ്യുക. ഇനേബിൾ ഭാരത് കണക്ട് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ, ടാലി സീരിയൽ നമ്പർ എന്നിവ കൊടുക്കുക. ടാലി സീരിയൽ 6.0യിൽ ആക്റ്റീവ് ആണെന്നും OTP വെരിഫിക്കേഷനും ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ഇമെയിൽ ഐഡിയിലേക്ക് ഭാരത് കണക്ട് ഇനേബിൾ ആയെന്നുള്ള കൺഫർമേഷൻ വരും. അതിനുശേഷം ടാലി ലൈസൻസ് അപ്ഡേറ്റ് ചെയ്താൽ ഭാരത് കണക്ട് ഇനേബിൾ ആവും. തുടർന്ന് ടാലി പ്രൈം വഴി നിങ്ങളുടെ ക്ലയൻസുമായി ഇടപാടുകൾ നടത്തുന്നതിന് GSTN ഉപയോഗിച്ച് ഭാരത് കണക്റ്റിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളുടെ ടാലി നെറ്റ് ID ഉപയോഗിച്ച് ഭാരത് കണക്റ്റിൽ ലോഗിൻ ചെയ്തതിനു ശേഷം രജിസ്റ്റർ ചെയ്യുക. Alt+Z ഓർ എക്സ്ചേഞ്ചിൽ നിന്ന് ഓൾ ഭാരത് കണക്ട് ഓപ്ഷൻസിൽ നിന്ന് മാനേജ് രജിസ്ട്രേഷൻസ് ക്ലിക്ക് ചെയ്യുക. ഈ സ്ക്രീനിൽ പാൻ നമ്പറും GST നമ്പേഴ്സും കാണാം. രജിസ്റ്റർ ചെയ്യേണ്ട പാൻ ഓർ ആവശ്യമായ GSTIN തിരഞ്ഞെടുക്കുക. രജിസ്റ്റർ ചെയ്യുന്നതിനായി F6 അമർത്തുക. ലിസ്റ്റിൽ നിന്ന് GSTN തിരഞ്ഞെടുക്കുക. ഇതുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP വെരിഫൈ ചെയ്യുക. സജസ്റ്റഡ് ലിസ്റ്റിൽ നിന്ന് B2B ID തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ മാനുവലായി കൊടുക്കുക. Ctrl+A കൊടുത്ത് സേവ് ചെയ്യുക. ഒന്നിലധികം GST നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഓരോന്നും ഇതുപോലെ രജിസ്റ്റർ ചെയ്യാം. ഒരിക്കൽ രജിസ്റ്റർ ചെയ്താൽ B2B IDയും GST നമ്പറും ഉൾപ്പെടെ സ്റ്റാറ്റസ് രജിസ്റ്റേർഡ് എന്ന് അപ്ഡേറ്റ് ആവും. GSTN രജിസ്റ്റർ ചെയ്ത ശേഷം ഓരോ GSTNുമുള്ള B2B IDയും യൂസർ ആക്സസും നിങ്ങൾക്ക് പരിശോധിക്കാം. ഇതിനൊപ്പം ഭാരത് കണക്ട് രജിസ്ട്രേഷൻ്റെ ഡാറ്റയിലേക്കുള്ള യൂസർ ആക്സസ് നിയന്ത്രിക്കുകയും ചെയ്യാം. മാനേജ് രജിസ്ട്രേഷൻ സ്ക്രീനിൽ ആവശ്യമായ GSTN തിരഞ്ഞെടുക്കുക. തുടർന്ന് F7 അമർത്തുക. ഈ സ്ക്രീനിൽ B2B IDകളുടെ ലിസ്റ്റ്, അവയുടെ ഡിസ്ക്രിപ്ഷൻ, സ്റ്റാറ്റസ് സഹിതം നിങ്ങൾക്ക് കാണാനാകും. കൂടാതെ ഭാരത് കണക്ട് രജിസ്ട്രേഷൻ ഡാറ്റയിലേക്ക് അപ്രൂവ്ഡ് ആക്സസ് ഉള്ള യൂസേഴ്സിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണുകയും അത് നിയന്ത്രിക്കുകയും ചെയ്യാം. ഭാരത് കണക്റ്റിലൂടെ ഇതേ പ്ലാറ്റ്ഫോമിലുള്ള മറ്റ് ബിസിനസ്സുകളുമായി ട്രാൻസാക്ഷൻ നടത്തുവാൻ ഈ രജിസ്ട്രേഷൻ വഴി കഴിയും. അതെങ്ങനെ ചെയ്യുന്നു എന്നറിയാൻ അടുത്ത വീഡിയോ കാണുക. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യുക. താങ്ക്